ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ അറിയോ? നമ്മുടെ കുട്ടികളെ എങ്ങനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. നോക്കൂ, ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല അല്ലേ? മറിച്ച് സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ മാത്രം തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവവും വ്യക്തിത്വവും വളർത്തുന്നതിനുള്ള വലിയ പങ്ക് നിങ്ങൾ മാതാപിതാക്കളിലാണുള്ളത്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കുട്ടികളുടെ കൂടെ പരമാവധി ഇരിക്കാൻ സമയം കണ്ടെത്തുക. ആ ദിവസത്തെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരോട് നന്നായി ഇൻ്ററാക്ട് ചെയ്യുക. കുട്ടിക്ക് ഇഷ്ടമുള്ള ഫിലിം അല്ലെങ്കിൽ കാർട്ടൂൺസ് ഒരുമിച്ചിരുന്ന് കാണുക, അതുപോലെ ഒരുമിച്ച് റൈഡ് പോവുക. ഇതെല്ലാം പാരൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുകയും കുട്ടിക്ക് പാരൻസിനോട് അവൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കുട്ടികൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ അവഗണിക്കരുത് ഒരിക്കലും. അവരിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രവണതകൾ കൂട്ടിക്കൊണ്ടുവരണം. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അവഗണിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലെ ചിന്താശക്തി കുറയും എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന ചോദ്യമാണെങ്കിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഇനി അറിയാത്തതാണെങ്കിലോ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയ ശേഷം പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം എന്താ അറിയോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നുമാണ് സ്കില്ലുകൾ അവൻ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി എന്താ അറിയോ? സ്ഫടികം സിനിമയിലെ ആ തോമസ് ചാക്കോനെ അറിയില്ല എല്ലാവർക്കും? അത്ഭുതമണി ഉണ്ടാക്കിയത്. ആ കുട്ടിക്ക് അപ്രീഷിയേഷൻ കിട്ടാത്തത് കൊണ്ടാണ് നാടറിഞ്ഞ റൗഡി ആയതല്ലേ. അതുപോലെ ആവരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി കുട്ടികൾക്ക് ചിത്രങ്ങളും കഥകളുമുള്ള ബുക്കുകൾ വായിപ്പിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വായിക്കും തോറും ബ്രെയിൻ ഡെവലപ്പ് ആവുകയും പല പല സംശയങ്ങൾക്കുള്ള മറുപടിയും അവർക്ക് വായനയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ബ്രെയിൻ എക്സസൈസിങ് ഗെയിംസ് ഉണ്ട്, അത് കൊടുക്കുക. അതായത് പസിൽസ്, ക്യൂബ്സ്, അങ്ങനെ പല പല എക്സസൈസുകളുള്ള ചെയ്യാനുള്ള ഗെയിമുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ സഹായിക്കും. ഇനി ഗെയിമിൽ ജയിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിവാർഡുകളും കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ദിവസവും കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുക. നമ്മളോടുള്ള ഗ്യാപ്പ് കുറയ്ക്കാനും അവർക്കെല്ലാം ഷെയർ ചെയ്യാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ കാണാത്ത കാലത്തേക്ക് നമ്മൾ അയക്കുന്ന ജീവനുള്ള സന്ദേശങ്ങളാണ് കുട്ടികളെന്ന് ജോൺ എഫ് കെന്നഡി പറഞ്ഞത് എത്ര ശരിയല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.